അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, മനസ്സ് നന്നായാൽ മനുഷ്യൻ നന്നായി എന്ന ശീർഷകത്തിൽ ജീലാനി സ്റ്റഡി സെന്റർ സംഘടിപ്പിക്കുന്ന മീലാദ് ക്യാമ്പയിനിലാണ് നാം സംബന്ധിച്ചിരിക്കുന്നത്. മൗലിദാഘോഷം, വിമർശനങ്ങളും വസ്തുതകളും എന്ന വിഷയത്തിലാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ലോകമെമ്പാടുമുള്ള സുന്നികൾ, പ്രവാചക പ്രേമികൾ നബിദിനാഘോഷത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന കാര്യങ്ങളൊക്കെ ബിദ്അത്തുകളാണ്, പിഴച്ചതാണ്, ലലാലത്താണ്, നരകത്തിലേക്കുള്ളതാണ്, ദുഷിച്ചതാണ്, ഏറ്റവും വൃത്തികേടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വഹാബികളോട് ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുകയുണ്ട്. ഒന്നാമത്തേത്, നിങ്ങൾ പറയുന്നത് പ്രകാരം ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ജീവിതകാലത്ത് പഠിപ്പിച്ചു തന്നിട്ടില്ലാത്ത, തന്റെ ജീവിതകാലത്ത് പറഞ്ഞു തന്നിട്ടില്ലാത്ത ഏതൊരു ആചാരവും അനുഷ്ഠാനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഉണ്ടാക്കപ്പെട്ട ഏതൊരാചാരവും അനുഷ്ഠാനവും ബിദ്അത്താണ്. അത് ആരുണ്ടാക്കിയാലും ശരി, ആര് പറഞ്ഞാലും ശരി, ആര് ചെയ്താലും ശരി. ഇതാണ് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ബിദ്അത്ത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ലോകമെമ്പാടുമുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ അനുഷ്ഠിക്കുന്ന നബിദിനാഘോഷം പോലുള്ള കർമ്മങ്ങളെ വിമർശിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നത്. എങ്കിലൊന്ന് ചോദിക്കട്ടെ, സുന്നികളെ വിമർശിക്കുന്നതിന് മുമ്പ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളെ ബിദ്അത്തിന്റെ പേര് പറഞ്ഞ് ആക്ഷേപിക്കുന്നതിന് മുമ്പ് ഇസ്ലാമിന്റെ ഒന്നാം കാലഘട്ടത്തിൽ ജീവിച്ച ഇസ്ലാമിന്റെ 4 ഖലീഫമാരിൽ പ്രമുഖനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നിട്ടില്ലാത്ത ഒരു പുത്തനാചാരം ജുമുഅ ദിവസത്തിലെ 2ാമത്തെ ബാങ്ക് ഉണ്ടാക്കിയല്ലോ. ആ ബാങ്ക് ബിദ്അത്താണോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബിദ്അത്തുകാരനാണോ? ആ ചോദ്യത്തിന് ഉത്തരം ഇപ്പോഴും ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ പ്രവൃത്തി അംഗീകരിച്ച സഹാബി വര്യന്മാർ അവരൊക്കെ ബിദ്അത്തുകാരാണോ? പിഴച്ചവരാണോ? ലലാലത്തിലാണോ? ആ ചോദ്യം ഇന്നും അവശേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ജീവിതകാലത്ത് പഠിപ്പിച്ച തൽബിയത്തിന്റെ മന്ത്രധ്വനികളോട് കൂടെ സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തമായി തൽബിയത്തിന്റെ വചനങ്ങൾ, ദിക്റുകൾ, പുണ്യകർമ്മങ്ങളായി കണക്കാക്കപ്പെടുന്ന ദിക്റുകൾ കൂട്ടിച്ചേർത്തെങ്കിൽ, അത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാടെന്താണ്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തത് ബിദ്അത്താണോ? അദ്ദേഹം ബിദ്അത്തുകാരനാണ്. മഹത്തുക്കളായ സഹാബിവരന്മാരെ കുറിച്ചുള്ള നിങ്ങളുടെ നിലപാട് പറ. അതിനുശേഷം ലോകമെമ്പാടുമുള്ള സുന്നികളുടെ മേൽ കുതിര കയറിയാൽ മതി. ഇതായിരുന്നു കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞത്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ബിദ്അത്തിനെതിരെ ആക്രോശിച്ചുകൊണ്ടിരിക്കുന്ന വഹാബികൾ അവരുടെ പാഠപുസ്തകങ്ങളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും എഴുത്തുകളിലൂടെയും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില ബിദ്അത്തുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ബിദ്അത്തിനെ കുറിച്ച് ഇവരെഴുതിയ ഒരു വാചകം കൂടി ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇസ്ലാമിക വിശ്വാസങ്ങൾ എന്ന പേരിൽ KNM 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയ പാഠപുസ്തകത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. സുന്നത്തിന്റെ വിപരീതമാണ് ബിദ്അത്ത്. നമ്മുടെ പരലോക രക്ഷയ്ക്ക് വേണ്ട പുണ്യകർമ്മങ്ങൾ ഇന്നതെല്ലാമാണെന്നും ഇന്ന വിധത്തിലാണെന്നും അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട്. ഇതിനു പുറമെ ഇന്നത് കൂടി പുണ്യമാണെന്ന് പറയുവാൻ മനുഷ്യർക്കാർക്കും അധികാരമില്ല. അല്ലാഹുവിലേക്ക് അടുക്കാൻ, പരലോക വിജയത്തിന് ആവശ്യമായ കാര്യങ്ങൾ ഇന്നതെല്ലാമാണെന്നും അത് ഇന്ന വിധത്തിലാണ് നിർവഹിക്കേണ്ടത് എന്നും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ നിന്ന് മാറി അത് വിട്ട് ഇതിന് പുറമെ ഇന്നത് കൂടി പുണ്യകരമാണ് എന്ന് പഠിപ്പിക്കുന്നതും പറയുന്നതും ആർക്കും അതിന് അധികാരമില്ല എന്ന്
മുജാഹിദ് തങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടെ ചോദിക്കാം, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കാൻ ആവശ്യമായ പരലോകത്തിൽ വിജയത്തിന് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും പഠിപ്പിച്ചില്ലേ? എന്തിനാ ഉസ്മാൻ നിങ്ങളൊരു പുതിയ ബാങ്കുണ്ടാക്കിയത് നബി തങ്ങൾ പഠിപ്പിക്കാത്തത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ചോദ്യം ചെയ്യണോ വഹാബികൾ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കുറ്റപ്പെടുത്തണോ? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ചെയ്ത കർമ്മത്തെ അംഗീകരിച്ച് സഹാബികളെ ആക്ഷേപിക്കണോ വഹാബികൾ? ഒന്ന് ആലോചിച്ചുകൂടെ എന്ന് വിനയത്തോടു കൂടെ ചോദിക്കാൻ ആവശ്യപ്പെടുകയാണ്. അള്ളാഹുവിലേക്ക് അടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ അത്രയും മഹാനായ നബി തിരുമേനി പഠിപ്പിച്ചിട്ടുണ്ട്. അത് എങ്ങനെയെന്നും ഏത് വിധത്തിൽ ചെയ്യണമെന്ന് കൂടി പരിശുദ്ധ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. അതല്ലാത്തൊരു മറ്റൊരു മാർഗം സ്വീകരിക്കുന്നത് ബിദ്അത്താണ്. മനുഷ്യർക്കാർക്കും അതിന് അധികാരമില്ല എന്ന് പറഞ്ഞ സഹാബികൾക്കും അധികാരമില്ല, താബികൾക്കും അധികാരമില്ല, 4 മദ്ഹബിന്റെ ഇമാമുമാർക്കും അധികാരമില്ല, വഹാബികൾക്കും അധികാരമില്ല എന്നല്ലേ അതിന്റെ യാഥാർത്ഥ്യം? പിന്നെന്തേ വഹാബികൾ എത്രയെത്ര ബിദ്അത്തുകളാണ് അവർ ചരിത്രത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അവർ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എന്റെ കയ്യിലുള്ളത് ഇസ്ലാമിക പാഠങ്ങൾ എന്ന പേരിൽ 2ാം ക്ലാസ്സിലേക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട വഹാബികളുടെ പാഠപുസ്തകം. ചെറിയ കുട്ടികൾക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി എഴുതി വെച്ചതാണ്. എന്താ എഴുതുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലണം. എന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് നബിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലണം. അത് പറയുക മാത്രമല്ല, നബിയുടെ പേരിനോട് ചേർത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എഴുതി വെക്കുക കൂടി ചെയ്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലണം. പാഠപുസ്തകത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എഴുതി വെക്കുകയും ചെയ്തിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട വഹാബി സുഹൃത്തുക്കളോട് വിനയത്തോടെ ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആനും ഹദീസുമാണല്ലോ നമ്മുടെ പ്രമാണം. ഖുർആനിനപ്പുറത്ത് ഹദീസിനപ്പുറത്ത് പണ്ഡിത വചനങ്ങളോ മറ്റുള്ള മദ്ഹബിന്റെ ഇമാമുമാരുടെ അഭിപ്രായ പ്രകടനങ്ങളോ മദ്ഹബിന്റെ അഭിപ്രായങ്ങളോ സീറ കിതാബുകളോ കീറ കിതാബുകളോ ഒന്നും നമുക്ക് വേണ്ടല്ലോ. ഖുർആൻ ഹദീസ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്. നിങ്ങൾ പറഞ്ഞു മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വലാത്ത് ചൊല്ലണം. ഞാൻ ചോദിക്കട്ടെ, നബിയുടെ പേര് കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന സ്വലാത്ത് ചൊല്ലണമെന്ന് വിശുദ്ധ ഖുർആനിന്റെ ഏതായത്തിലാണ് പറഞ്ഞിട്ടുള്ളത്? തിരുനബിയുടെ ഏത് ഹദീസിലാണ് പറഞ്ഞിട്ടുള്ളത്? നിങ്ങളൊന്ന് കാണിച്ചു തരി. ഇവരുടെ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കണം. ആ പ്രഭാഷണങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നബിയുടെ പേര് പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലോ ഇവരുടെ ആക്ഷേപം, സുന്നികളെ കുറിച്ച് ഇവരുടെ ആക്ഷേപം, സുന്നികളായ ആളുകൾ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാത്ത കുറെ സലാത്തുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നാരിയത്ത് സലാത്ത്, താജു സലാത്ത്, ഇങ്ങനെ ഒട്ടനവധി ദിക്റുകൾ ഇവരുണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ബിദ്അത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. നാരിയത്ത് സലാത്തിന്റെ പേരിൽ, താജു സലാത്തിന്റെ പേരിൽ അവരുടെ മേൽ കുതിര കയറുന്ന വഹാബികളോട് വിനയത്തോടെ ചോദിക്കട്ടെ, നിങ്ങൾ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന സ്വലാത്ത് ചൊല്ലണമെന്ന് നിങ്ങൾ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ പ്രഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിവെവിടെ? വിശുദ്ധ ഖുർആനിലെ ഏത് ആയത്ത്? തിരുനബിയുടെ ഏത് ഹദീസ്? അല്ലാഹുവും റസൂലും പഠിപ്പിക്കാത്ത ദിക്ർ നിങ്ങൾ ചൊല്ല, അല്ലാഹുവും റസൂലും പഠിപ്പിക്കാത്ത സ്വലാത്ത് നിങ്ങൾ ചൊല്ല. അല്ലേ? ഇവരെ പ്രസംഗങ്ങളൊന്ന് കേട്ടു നോക്കി നിങ്ങൾ. ഇതാ സുന്നികള് അവര് നാരിയത്ത് സ്വലാത്ത് ചൊല്ലുന്നു, താജു സ്വലാത്ത് ചൊല്ലുന്നു. അള്ളാഹിന്റെ റസൂലിന്റെ അടുത്ത് വാരിദായ സ്വലാത്ത് അതേതാ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ
വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. ഇത് മാത്രമാണ് വാരിദായ സലാത്ത്. ഇത് മാത്രമാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച സലാത്ത്. ഇതല്ലാതെ സുന്നികൾ കഴിക്കുന്ന നാരിയത്ത് സലാത്തായാലും ശരി, താജ് സലാത്തായാലും ശരി, ഏത് ദിക്റുകളാണെങ്കിലും ശരി, അതൊക്കെ ബിദ്അത്താണ്. കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ കുല്ലു ബിദ്അത്തിൻ ളലാല. ഒക്കെ പഴച്ചതാണ്, നരകത്തിലേക്കുള്ളതാണ്. പ്രഭാഷണം നടത്തുന്ന ആളുകളല്ലേ നിങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെ പറഞ്ഞോ ഈ സലാത്ത്? ഖുർആനിലെ ഏത് ഭാഗത്ത്? ഹദീസിൽ എവിടെ? അല്ലേ? വാരിദായ സലാത്തല്ലേ ചെല്ലാൻ പറ്റുള്ളൂ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മദ്രസയിൽ 2ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ഈ ബിദ്അത്ത് എന്തടിസ്ഥാനത്തിൽ എഴുതി വെച്ചു? എന്നിട്ട് സുന്നികളുടെ മേൽ കുതിര കയറാം. നബിദിനാഘോഷം അത് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, ബിദ്അത്ത്. നാരിയത്ത് സലാത്ത് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, ബിദ്അത്ത്. താജ് സലാത്ത് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, ബിദ്അത്ത്. സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ പറഞ്ഞു? ഒന്ന് കാണിച്ചു വിശുദ്ധ ഖുർആനിൽ, തിരുഹദീസിൽ. അത് വേണ്ടേ? മറ്റുള്ളവരുടെ മേൽ കുതിര കയറുമ്പോൾ അവനാൻ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ഓർമ്മ വേണ്ടേ? എന്തെങ്കിലും പറഞ്ഞാൽ മതി. പ്രിയപ്പെട്ട സഹോദരൻ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ വഹാബികൾ അവരെന്തോ വലിയ ആളുകളാണ്, അവർ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് എന്നൊക്കെ ധരിച്ചു നടക്കുന്ന ആളുകളുണ്ട്. അവരൊന്ന് ചിന്തിച്ചു നോക്ക്. ഈ നിങ്ങൾ വഹാബി മൗലവിമാരോട് ചെന്ന് ചോദിക്ക്, ആര് പഠിപ്പിച്ചതായി സ്വലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം? ഒന്ന് കാണിച്ചു തരൂ. ഖുർആനിലെ ആയത്ത്, ഹദീസിന്റെ നമ്പർ ഒന്ന് കാണിച്ചു തരാൻ പറ. എന്നിട്ട് പോരെ സുന്നികളുടെ മേൽ കുതിര കയറുന്നത്? ഇതൊന്നു മാത്രല്ല, അവസാനിച്ചിട്ടില്ല. സ്വലാത്തിനെ കുറിച്ച് ഇവർക്ക് യാതൊരു ധാരണയില്ല. എന്നിട്ട് ബിദ്അത്ത് എഴുതി വെച്ചിരിക്കുന്ന പുസ്തകത്തിൽ ഇവരുടെ കാഴ്ചപ്പാടിലുള്ള ബിദ്അത്ത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നിട്ടില്ലാത്ത ഒരു സൽക്കർമ്മം ആർക്കും ഉണ്ടാക്കാൻ അവകാശമില്ല. എങ്കിൽ എവിടുന്ന് വന്നു ഈ സലാത്ത്? കാണിച്ചു തീർന്നിട്ടില്ല. ഇവരുടെ മറ്റൊരു ബിദ്അത്ത്. ഇവരൊക്കെ വെള്ളിയാഴ്ച ഖുത്ബ ഓതാറുണ്ടല്ലോ. ഏത് ഭാഷയിലാണ് അവരെ ഖുത്ബ ഓതുന്നത്? ഖുത്ബ ഒരു ഇബാദത്തല്ലേ? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഇബാദത്തല്ലേ? അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ ഏതെല്ലാമെന്നും ഏത് വിധത്തിലാകണമെന്നും ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് എന്നാ നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചത്. അതിനെതിർക്ക് ചെയ്യാൻ ആർക്കും അധികാരമല്ല. ഏതൊക്കെയാണ് സൽക്കർമ്മങ്ങൾ, ഏത് വിധത്തിൽ ചെയ്യണം, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. ഖുതുബ അതൊരു സൽക്കർമാണല്ലോ, അതൊരു ഇബാദത്താണല്ലോ, അള്ളാഹുവിന്റെ റസൂല് നിർവഹിച്ചതാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പള്ളികളിൽ വെച്ച് മലയാളത്തിൽ ഖുതുബ നിർവഹിക്കുന്നു. ഖുതുബ എന്ന ആരാധന അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തന്നതാണെങ്കിൽ, അത് ഏത് വിധത്തിലാണെന്ന് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയാണ് മലയാളത്തിൽ ഖുതുബ ഓതിയതെന്ന് കാണിച്ചു തരും. അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പഠിപ്പിച്ചത് ആരാധനാ കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണം, ഏത് വിധത്തിൽ ചെയ്യണം ഹബീബ് കാണിച്ചു തന്നിട്ടുണ്ട് എന്നല്ലേ പറഞ്ഞത്. ഖുതുബ ഏത് വിധത്തിൽ നിർവഹിക്കണം അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് അറബിയിലാണ് നിർവഹിച്ചത്. നിങ്ങൾ എന്തിനാ മലയാളത്തിൽ ഖുതുബ ഓതുന്നത്? തനിച്ച ബിദ്അത്തല്ലേ? അപ്പൊ ചോദിക്കുമ്പോ പറയും, അതെ ഖുതുബ എന്ന് പറഞ്ഞ പ്രസംഗമാണ്. പ്രസംഗം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് തിരിയണം, അതിനാണ് മലയാളത്തിൽ ഓതുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ബാങ്കും മലയാളത്തിലാക്കി കളി. ബാങ്ക് എന്ന് പറഞ്ഞൊരു ക്ഷണമാണ്, അത് ജനങ്ങൾക്ക് തിരിഞ്ഞാലേ ക്ഷണത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് ബാങ്കും മലയാളത്തിലാക്കാം. അല്ലാഹു വലിയവനാണ്, അല്ലാഹു വലിയവൻ. അല്ലാഹു അക്ബറിനെ പരിഭാഷ ചെയ്യാം അല്ലേ? നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ അല്ലേ? ബാങ്ക് ഒരു വിളിയല്ലേ? അപ്പൊ അത് മലയാളത്തിലാണ്, ആളുകൾക്ക് തിരിയണം. ഖുതുബ അത് പ്രസംഗാണ്, അത് ആളുകൾക്ക് തിരിയണം, അതുകൊണ്ട് മലയാളത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ബാങ്ക് മലയാളത്തിലാകത്തില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ അറബിയിലാ ഓതിയത്, മലയാളത്തിൽ ഓതിയിട്ടില്ല, ഇതര ഭാഷകളിൽ ഓതിയിട്ടില്ല. പിന്നെ എവിടുന്ന് കിട്ടി? എന്തടിസ്ഥാനത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയ അല്ലേ? നിസ്കാരം എന്താ? നിസ്കാരം അല്ലാഹു അടിമയും ഉടമയും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധം.
അള്ളാഹുവിനോട് അടിമ സംസാരിക്കുകയാണ്. മുനാജാത്താണ്. അടിമ അള്ളാഹുവിനോട് എന്താ പറയുന്നതെന്ന് അടിമക്ക് അറിയണ്ടേ? അത് അറബി പറഞ്ഞാൽ മതിയോ? മലയാളത്തിൽ പറയണ്ടേ? നിസ്കാരത്തില് മുജാഹിദ് മൗലവി പള്ളി കയറിയിട്ട് ഇനി മുതൽ ഖുതുബന്റെ കാര്യം പറയുമ്പോ ഖുതുബ അത് ഉപദേശമാണ്, അതുകൊണ്ട് അത് മലയാളത്തിൽ തിരിയണ ഭാഷയിലാണോ അറബിയിലായ പറ്റില്ല എന്ന് പറയുന്ന വഹാബിനോട് നിങ്ങൾ ചോദിക്കണം. അല്ല വഹാബി, നിസ്കാരം നമ്മളും പഠിച്ചോന്നും തമ്മിലുള്ള ഒരു സംഭാഷണമല്ലേ? അപ്പൊ നമുക്ക് തിരിയണ്ടേ എന്താണ് ഈ പറയണത് എന്നുള്ളത്? അപ്പൊ നമുക്ക് ഇനി മുതൽ എന്ത് ചെയ്യാം? മലയാളത്തിൽ നിസ്കരിക്കാം. അല്ലാഹു വലിയ അല്ലേ? അങ്ങനെ നിസ്കരിക്കാം. എന്നിട്ടോ ഫാത്തിഹ മലയാളത്തിലോ അല്ലേ? ദിക്റുകൾ മലയാളത്തിൽ ചൊല്ലാൻ പറ്റോ? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച് തന്നിട്ടില്ലേ ഏത് ആരാധന ഏത് വിധത്തിൽ നിർവഹിക്കണമെന്ന്? പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്റെ പ്രിയപ്പെട്ട വഹാബികളെ സുന്നികളുടെ മേൽ വിദേഹത്ത് പറഞ്ഞ് കാട്ടിക്കൂട്ടുന്ന, വിദേഹത്ത് പറഞ്ഞ് കാട് കയറുന്ന നിങ്ങൾ എന്തടിസ്ഥാനത്തിൽ ഖുതുബ മലയാളത്തിൽ നിർവഹിക്കണം? വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, തിരുഹദീസിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളൊന്നും ഉത്തരം പറയാം അല്ലെ? ഖുർആനും ഹദീസും അതാണല്ലോ പ്രമാണം. അതല്ലാതെ പണ്ഡിത വചനങ്ങളും മദ്ഹബിന്റെ ഇമാമുമാരുടെ അഭിപ്രായ പ്രകടനങ്ങളും അതുപോലെ സീറ കിതാബും കീറ കിതാബും ഒന്നും വേണ്ടല്ലോ. നമുക്ക് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ അതേ രീതിയിൽ ചെയ്യാം, അറബിയിൽ നിർവഹിക്കാം. അതിൽ നിന്നും മാറി എന്തിനെ നിങ്ങൾ മലയാളത്തിലേക്ക് മാറി? ഇവിടെയും അവസാനിക്കുന്നില്ല അവരുടെ വിദേഹത്ത്. എന്താ പറഞ്ഞത്? ഒന്നാമത്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നികളുടെ മേൽ സലാത്ത് പറഞ്ഞ് കുതിര കയറുന്നവർ സ്വന്തമായി സ്വലാത്ത് ഉണ്ടാക്കിയിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിൽ പറ, എവിടെ ഈ സലാത്ത്? അള്ളാഹു വിശുദ്ധ ഖുർആനിൽ എവിടെ പറഞ്ഞു? വിശുദ്ധ ഹദീസിൽ എവിടെ പറഞ്ഞു? ഖുതുബ മലയാളത്തിൽ നിർവഹിക്കുന്നു. നിങ്ങൾ പറ, അള്ളാഹുവിന്റെ റസൂല് ഏത് ആരാധനാ കർമ്മങ്ങളും അത് ഏതെല്ലാമാണെന്നും ഏത് വിധത്തിലാണെന്നും പഠിപ്പിച്ചിട്ടുണ്ട് എന്നല്ല വിശദീകരിച്ചത്. അല്ലാത്തതൊക്കെ ബിദഅത്ത് എന്നല്ല പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഹബീബായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾ പറഞ്ഞതുപോലെ, നിങ്ങൾ നിർവഹിക്കുന്നത് പോലെ മലയാളത്തിൽ ഖുതുബ ഓതാമെന്ന് എവിടെ പറഞ്ഞു? ഏത് ഖുർആനിന്റെ ഏത് ആയത്തിൽ, ഏത് ഹദീസിൽ എന്ന് വിശദീകരിച്ചു. അവിടെയും അവസാനിക്കുന്നില്ല ഇവരുടെ ബിദഅത്ത്. നമ്മളൊക്കെ പെരുന്നാൾ ദിവസം തക്ബീർ ചൊല്ലാറുണ്ടല്ലോ. പെരുന്നാൾ ദിവസം എല്ലാവർക്കും ഒരു സന്തോഷം, തക്ബീർ ചൊല്ലും. രാത്രി മുതൽ മഗ്രിബ് മുതൽ പെരുന്നാൾ നിസ്കാരം വരെ പള്ളികളിലും വീടുകളിലും കവലകളിലും ഒക്കെ മുസ്ലിമീങ്ങളായ ആളുകൾ തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കും. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലേ? തക്ബീർ ചൊല്ലും. ഈ തക്ബീറിനെ കുറിച്ച് വഹാബികളുടെ അഭിപ്രായം എന്താ? നമുക്ക് അവരുടെ പാഠപുസ്തകങ്ങൾ തന്നെ ഒന്ന് നോക്കാം. ഇത് കേനം ഇസ്ലാമിക കർമ്മപാഠങ്ങൾ എന്ന പേരിൽ 6ാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കിയ പാഠപുസ്തകം. ഇസ്ലാമിക കർമ്മപാഠങ്ങൾ. ഏതാ? പെരുന്നാൾ ദിവസങ്ങളിൽ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്, സംശയമൊന്നുമില്ല ആർക്കും. ഫിത്ർ ദിനത്തിൽ നമസ്കാര സ്ഥലത്തേക്ക് പുറപ്പെടുന്നത് മുതൽ നമസ്കാരം കഴിയുന്നതുവരെയും ബലിപെരുന്നാളിന് അറഫാ ദിവസത്തിന്റെ സുബ്ഹ് മുതൽ ദുൽഹിജ്ജ 13 അസർ വരെയുമാണ് സുന്നത്ത്. ഓക്കെ. എന്നാൽ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. നോക്കണം നിങ്ങൾ. എന്നാൽ തക്ബീറിന്റെ രൂപത്തെക്കുറിച്ച് വിശ്വാസയോഗ്യമായി നബി തിരുമേനിയിൽ നിന്ന് ഒന്നും വന്നിട്ടില്ല. തക്ബീർ എങ്ങനെ ചൊല്ലണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഒരു ഹദീസും വന്നിട്ടില്ല. അപ്പൊ എന്തെങ്കിലും നേരത്തെ പറഞ്ഞത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ആരാധനകൾ ഏതൊക്കെയെന്നും അത് ഏത് വിധത്തിലാണെന്നും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയിച്ചു തന്നിട്ടുണ്ട്. നബി തങ്ങൾ അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അതിന്റെ അപ്പുറത്തൊന്നും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ലേ? ഇവിടെ പറയുന്നു തക്ബീറിന്റെ രൂപം എങ്ങനെയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നൊന്നും നമുക്ക് വന്നിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, വഹാബികൾ അവരുടെ പള്ളികളിൽ പെരുന്നാളിനോടനുബന്ധിച്ച് തക്ബീർ ചൊല്ലാറുണ്ടോ? തക്ബീർ ചൊല്ലാറുണ്ടോ? നിങ്ങളുടെ നാട്ടിലൊക്കെ വഹാബി പള്ളികളെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കി. ബിദഅത്തിനെതിരെ ഘോരഘോരൻ പ്രഭാഷണം നടത്തുന്ന വഹാബികൾ അവർ പിന്നെ പെരുന്നാൾ ദിനത്തോടനുബന്ധിച്ച് തക്ബീർ ചൊല്ലാറുണ്ടോ? ഏത് തക്ബീറാണ് അവർ ചൊല്ലല്?
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലാറുണ്ടാവും അല്ലേ? എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ആ തക്ബീർ ചൊല്ലുന്നത്? അള്ളാഹുവിന്റെ റസൂല് തക്ബീർ സുന്നത്താണെന്ന് പഠിപ്പിച്ചു. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ ഏത് വിധത്തിൽ ആ തക്ബീർ നിർവഹിച്ചു എന്നതിന് വിശ്വാസയോഗ്യമായി ഒന്നും വന്നിട്ടില്ല എന്ന് പറയുന്ന നിങ്ങളുടെ പാഠപുസ്തകത്തിൽ എഴുതിയ നിങ്ങൾ ഏതടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ പള്ളികളിലൂടെ നിങ്ങളുടെ വീടുകളിലൊക്കെ പെരുന്നാളിനോടനുബന്ധിച്ച് തക്ബീർ ചൊല്ലുന്നത്? ബിദ്അത്തല്ലത്? അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെ പഠിപ്പിച്ചു എന്നറിയില്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ തക്ബീർ ചൊല്ലുന്നത്? എന്ത് രൂപമാണ് നിങ്ങൾ തക്ബീറിനെ സ്വീകരിക്കുന്നത്? എന്നിട്ട് ഇവര് പറയാം സൽമാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇങ്ങനെ സ്വഹീഹായി വന്നിട്ടുണ്ട്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ കബീറ. ആര്? സൽമാൻ റളിയല്ലാഹു അൻഹു. സൽമാൻ റളിയല്ലാഹു അൻഹു നബിയാണോ? ആണോ? സൽമാൻ റളിയല്ലാഹു അൻഹു പടച്ചോനാണോ? സൽമാൻ റളിയല്ലാഹു അൻഹു പറയുന്നത് ഖുർആനാണോ? അല്ലല്ലോ. ഖുർആനിലും ഹദീസിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല തക്ബീറിന്റെ രൂപം. സൽമാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച തക്ബീറിന്റെ രൂപം അവർക്ക് സ്വീകാര്യം. എന്തടിസ്ഥാനത്തിൽ നിങ്ങളിത് പാഠപുസ്തകത്തിൽ എഴുതി വെച്ചു? ബിദ്അത്തല്ല കൂട്ടരുത്. അള്ളാഹുവിന്റെ റസൂല് ഏത് വിധത്തിലാണ് തക്ബീർ ചൊല്ലേണ്ടത് എന്ന രൂപം കിട്ടിയിട്ടില്ല, വന്നിട്ടില്ല, അത് പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോ എന്തടിസ്ഥാനത്തിലാണ് നബി അല്ലാത്ത സൽമാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച തക്ബീറിന്റെ രൂപം നിങ്ങൾ പാഠപുസ്തകത്തിൽ എഴുതി വെച്ചു? എന്തടിസ്ഥാനത്തിൽ? സൽമാൻ റളിയല്ലാഹു തആല അൻഹുവിന് ഒരു ആരാധനാ കർമ്മത്തിന്റെ രൂപം ഉണ്ടാക്കാൻ അധികാരമുണ്ടോ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു എന്നിവരിൽ നിന്ന് ഇപ്രകാരം വന്നിട്ടുണ്ട്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ആര്? ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. സഹാബ് നബിമാരാണോ അവരൊക്കെ? നിങ്ങളുടെ ബിദ്അത്തിന്റെ പ്രമാണങ്ങൾ, നിങ്ങളുടെ ബിദ്അത്തിന്റെ നിർവചനം വെച്ചിട്ട് ഒന്ന് വിശദീകരിക്കുക. ഇത് നിങ്ങളുടെ പാഠപുസ്തകം, ചെറിയ കുട്ടികൾക്ക് മദ്രസയിൽ പഠിക്കാൻ വേണ്ടി എടുത്തു വെച്ചത്. തനിച്ച ബിദ്അത്തല്ലേ കൂട്ടരുത്. അല്ലെങ്കിൽ നിങ്ങൾ വിശദീകരിക്കുക. സൽമാൻ റളിയല്ലാഹു അൻഹു ഒരു രൂപം, ആരാധനയ്ക്ക് ഒരു രൂപം ഉണ്ടാക്കിയാൽ അത് നമുക്ക് സ്വീകരിക്കാം, അത് ബിദ്അത്തല്ല. ഇന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ, ഇന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. ഉമർ റളിയല്ലാഹു അൻഹുവും പിന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അവർക്ക് തക്ബീറിന്റെ രൂപം ഉണ്ടാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ശരി, അവർക്ക് രൂപം ഉണ്ടാക്കാം ഇന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ, ഇന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. ഒന്ന് നിങ്ങളൊന്ന് വിശദീകരിക്കുക. തീർന്നിട്ടില്ല. ഇസ്ലാമിക കർമ്മപാഠങ്ങൾ 4ാം ക്ലാസ്, അതിലും ചെറിയ കുട്ടികൾ. നേരത്തെ 6ാം ക്ലാസ് പറഞ്ഞത്, ഇപ്പൊ 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി കാനം തയ്യാറാക്കിയ പാഠപുസ്തകം നോക്ക്. അന്ന് പെരുന്നാളിന്റെ ദിവസം നമസ്കാര സ്ഥലത്തേക്ക് പുറപ്പെടുന്നത് മുതൽ നമസ്കാരം ആരംഭിക്കുന്നത് വരെ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. നമസ്കാര സ്ഥലത്തെത്തിയത് മുതൽ നമസ്കാരം തുടങ്ങുന്നത് വരെ ഇത് പ്രത്യേകം സുന്നത്താണ്. പൂർവിക മുസ്ലിങ്ങളിൽ നിന്ന് തക്ബീറിന് പല രൂപങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂല് തക്ബീറിന് പല രൂപം പഠിപ്പിച്ചിട്ടുണ്ട് എന്നല്ല, അള്ളാഹു തക്ബീറിന് പല രൂപങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട് എന്നല്ല. എന്താ പറഞ്ഞ? പൂർവിക മുസ്ലിങ്ങളിൽ നിന്ന് തക്ബീറിന് പല രൂപങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാത്ത, പറഞ്ഞു തന്നിട്ടില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് എത്തിയിട്ടില്ലാത്ത ഒരു രൂപം ഉണ്ടാക്കാൻ, ഒരു ആരാധനയുടെ കോലമുണ്ടാക്കാൻ, ഒരു പുണ്യകർമ്മത്തിന്റെ രൂപമുണ്ടാക്കാൻ പൂർവിക മഹത്തുക്കൾക്ക് ആരധികാരം കാട്ടി? അവർ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സ്വീകരിച്ചു? എന്നാ പിന്നെ നബിദിനത്തിന് എന്താ കൂട്ടായ പ്രശ്നം? തക്ബീർ അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെ പറഞ്ഞു തന്നു? ഒന്നും കിട്ടിയിട്ടില്ല. പൂർവിക മഹത്തുക്കൾ പല രൂപങ്ങളും പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് സ്വീകരിക്കാം എന്നത് തെളിവാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം. ഇന്ന വിധത്തിലേ സ്നേഹിക്കാവൂ എന്ന് ഹബീബ് പറഞ്ഞു തന്നിട്ടില്ല. ഇന്ന വിധത്തിൽ മാത്രമേ സ്നേഹം പ്രകടിപ്പിക്കാവൂ എന്ന് ഹബീബ് പറഞ്ഞിട്ടില്ല. പൂർവിക മഹത്തുക്കൾ പല രൂപത്തിലും സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് നബിദിനാഘോഷം. എന്തിനാ അതിന് എതിർക്കുന്നത്? നിങ്ങളുടെ പാഠപുസ്തകത്തിന്റെ അഭിപ്രായത്തിൽ, നിങ്ങളുടെ പാഠപുസ്തകം എഴുതി വെച്ച ആ രീതിയിലാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. പൂർവിക മഹത്തുക്കളിൽ നിന്ന് തക്ബീറിന് പല രൂപങ്ങളും വന്നിട്ടുണ്ട്, അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ഇങ്ങനെ രൂപം വന്നിട്ടുണ്ടെന്നാണോ? അല്ല, പൂർവിക മഹത്തുക്കളിൽ നിന്ന്.
അള്ളാഹുവിന്റെ റസൂല് എങ്ങനെ ചെയ്തു എന്ന് പറയാത്തൊരു കാര്യം പൂർവിക മുസ്ലിങ്ങൾക്ക് ചെയ്യാൻ അധികാരം ആര് നൽകി? അതെങ്ങനെ നിങ്ങൾക്ക് സ്വീകാര്യമായി? എന്തടിസ്ഥാനത്തിൽ അത് ബിദഅത്തായില്ല? എന്തടിസ്ഥാനത്തിൽ അത് സുന്നത്തായി? എന്തടിസ്ഥാനത്തിൽ അത് പുണ്യകർമ്മമായി? അല്ലേ നിങ്ങൾ വിശദീകരിക്കണ്ടേ? സുന്നികളായ ആളുകൾ നബിദിനാഘോഷം നടത്തുമ്പോൾ അത് പ്രവാചക സ്നേഹത്തിന്റെ പ്രകടനമായി അവർ നബിദിനാഘോഷം നടത്തുമ്പോൾ പൂർവിക മഹത്തുക്കൾ ചെയ്യുന്ന രൂപങ്ങൾ നമുക്ക് സ്വീകരിക്കാമെങ്കിൽ എന്തിനതിനെ വിമർശിക്കുന്നു? നിങ്ങൾക്ക് ബിദഅത്ത് പറഞ്ഞ് നിങ്ങൾക്ക് കലങ്ങിപ്പോയി അല്ലേ? തക്ബീറിന്റെ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നൊന്നും വന്നിട്ടില്ല. പൂർവിക മഹത്തുക്കൾ പല രൂപങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അത് സ്വീകരിക്കാമെങ്കിൽ പിന്നെ എന്താ നമ്മളും തമ്മിൽ എന്താ പ്രശ്നം? മൗലിദാഘോഷത്തിന് എന്താ പ്രശ്നം? അല്ലേ? പൂർവിക മുസ്ലിങ്ങളിൽ നിന്ന് തക്ബീറിന് പല രൂപങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന് താഴെ കൊടുക്കുന്നു. അപ്പൊ ഒരുപാട് രൂപങ്ങളുണ്ട്. ഒന്ന് ഇവിടെ കൊടുക്കുന്നു. ഏത് രൂപമായാലും കുഴപ്പമില്ല എന്നല്ല ഈ പറഞ്ഞത്. തീർന്നിട്ടില്ല, ഇനിയുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരാത്ത രൂപത്തിൽ സ്വലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് ഖുതുബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറബിയിൽ ഇവർ മലയാളത്തിലാണ്. 2 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തക്ബീർ ചൊല്ലേണ്ടതിന്റെ രൂപം എങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂൽ നിർവഹിച്ചത് എന്ന് വന്നിട്ടില്ല. പൂർവിക മുസ്ലിങ്ങൾ പല രൂപങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിവർ സ്വീകരിക്കുന്നു. എന്തടിസ്ഥാനത്തിൽ? ബിദഅത്തല്ല. അവിടെയും അവസാനിക്കുന്നില്ല. 4മതൊരു ബിദഅത്ത് ഞാൻ കാണിച്ചു തരാം. ഇതാ ഇസ്ലാമിക കർമ്മ പാഠങ്ങൾ 7ാം ക്ലാസ് ഒക്കെ മുജാഹിദുകളുടെ പാഠപുസ്തകം. ഇവരുടെ മേൽ ആരോപിക്കല്ല, അവർ എഴുതി വെച്ചു. ഇസ്ലാമിക കർമ്മ പാഠങ്ങൾ 7ാം ക്ലാസ് നോക്കാം. തസ്ബീത്ത് നിർവഹിക്കൽ സുന്നത്താണ്. തസ്ബീത്ത് എന്താ? തസ്ബീത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സുന്നികൾ മക്ബറയിൽ ചെന്നാൽ അവരെ പിന്നെ ഖബറടക്കിയതിനു ശേഷം അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബറ അൻ ജംബി എന്ന് പറഞ്ഞു ദ്വാരക്കാരല്ലേ? അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ. ആ പ്രാർത്ഥനക്കാണ് തസ്ബീത്ത് എന്ന് പറയുന്നത്. ഇവർ പറയുന്നു തസ്ബീത്ത് സുന്നത്താണ്. എന്നാൽ തസ്ബീത്തിന് പ്രത്യേക പദങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും വന്നിട്ടില്ല. തസ്ബീത്ത് സുന്നത്താണ്. പക്ഷെ എങ്ങനെ ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെ നിർവഹിച്ചു എന്ന് നമുക്ക് ആർക്കും കിട്ടിയിട്ടില്ല. ഇനിയിപ്പോ എന്താ വഹാബി മൗലവി ചെയ്യേണ്ടത്? മക്ബറിന്റെ അടുത്ത് ചെന്നിട്ട് പിന്നെ കബറടക്കി തസ്ബീത്ത് സുന്നത്താണ്. തസ്ബീത്ത് തുടങ്ങിക്കോട്ടെ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ഇപ്പൊ തസ്ബീത്ത് ചൊല്ലിയതെന്ന് ഹദീസിൽ വന്നിട്ടില്ല. അപ്പൊ പിന്നെ ഉണ്ടാക്കി. എന്താ വഹാബികളുടെ നിങ്ങളുടെ അവസ്ഥ? നിങ്ങൾ തസ്ബീത്ത് ചൊല്ലാറുണ്ട് ഉണ്ട് എന്ന് ഇവരുടെ പാഠപുസ്തകത്തിൽ മറ്റൊരു പേജ് ഞാൻ വായിക്കാം. മയ്യത്ത് മറവ് ചെയ്തതിനു ശേഷം ആളുകൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ട്. ഇതല്ലാത്ത മറ്റു പ്രാർത്ഥനകളും ആവാം. കാരണം തസ്ബീത്തിന് പ്രത്യേക വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അതിനാൽ വ്യത്യസ്തമായ രീതിയിൽ ആകാവുന്നതാണ്. തസ്ബീത്ത് ഒരു ആരാധനാകർമ്മമാണ്. ഇവരുടെ ഒന്നാമത്തെ വാദമനുസരിച്ച് ഒരു ആരാധനാകർമ്മം അത് ഏതാണ് എന്ന്, അത് ഇന്ന വിധത്തിലാണ് നിർവഹിക്കേണ്ടത് എല്ലാം പഠിപ്പിച്ചിട്ടാണ് അള്ളാഹുവിന്റെ റസൂല് പോയത്. ഇവിടെ തക്ബീർ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതായിട്ട് യാതൊരു വിവരമില്ല. തസ്ബീത്ത് തക്ബീർ അല്ലേ? ഇവരോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെ പഠിപ്പിച്ചു എന്നറിയാത്ത തസ്ബീത്തിന് ഇവരെ രൂപമുണ്ടാക്കി. എന്താണത്? അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ. അത് അപ്പുറത്തെ പേജ്. മയ്യത്ത് മറവ് ചെയ്ത ശേഷം സാധാരണ ചൊല്ലി വരാറുള്ള പ്രാർത്ഥനകളിൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥന അല്ല കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം. ദിക്ർ, ദുആ, ആരാധനാകർമ്മം, പുണ്യകർമ്മം അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് വിധത്തിൽ എങ്ങനെയെന്ന് ഫുള്ള് പഠിപ്പിച്ചിട്ടാ പോയത്.
സ്വർഗത്തിലേക്ക് കടക്കാൻ ആവശ്യമായ, നരകത്തിൽ നിന്ന് കഴിച്ചിലാവാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഏത് വിധത്തിൽ എന്ന് വരെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനൊരു പുതിയ രൂപം ഉണ്ടാക്കേണ്ട ആവശ്യം എന്ന് ചോദിച്ച് നടന്ന വഹാബികൾ, എന്ന് ചോദിച്ച് നബിദിനാഘോഷത്തിന് മേൽ സുന്നികൾക്ക് മേൽ കുതിര കയറിയിരുന്ന വഹാബികൾ ഇപ്പൊ ഇതാ എഴുതി വെക്കുന്നു. എന്താ? മയ്യത്ത് മറവ് ചെയ്ത ശേഷം സാധാരണ ചൊല്ലി വരാറുള്ള പ്രാർത്ഥനകളിൽ ഒന്ന് അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ? അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്. ഖുർആനിലുണ്ടോ ഈ പ്രാർത്ഥന, ഈ ദുആ? ഹദീസിലുണ്ടോ ഈ പ്രാർത്ഥന, ഈ ദിക്ർ? അല്ലാഹുമ്മ ജാഫിൽ ഖബറാൻ ജംബൈ. ഈ പ്രാർത്ഥന, ഈ ദിക്ർ ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ. ഇങ്ങനെയൊരു പ്രാർത്ഥന, ഇങ്ങനെയൊരു തസ്ബീഹിന്റെ രൂപം അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ? അവര് പഠിപ്പിക്കാത്ത പുണ്യകർമ്മങ്ങളൊക്കെ ബിദ്അത്തല്ലേ കൂട്ടരെ? എന്തടിസ്ഥാനത്തിലാ പിന്നെ നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലുന്നത്? അല്ലേ? ഇങ്ങനെ സാധാരണ ചൊല്ലി വരാറുള്ള കാര്യങ്ങൾ സ്വീകരിക്കാമെങ്കിൽ എന്തിന് സുന്നികൾ ആചരിക്കുന്ന നബിദിനാഘോഷത്തെ എന്തിനാ നിങ്ങൾ എതിർക്കുന്നത്? അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പിന്നെ ചൊല്ലിയിട്ടില്ലാത്ത പ്രാർത്ഥന സാധാരണ ചൊല്ലി വരാറുള്ള പ്രാർത്ഥനയാണ്, അതുകൊണ്ട് നമ്മൾ ചെല്ലുന്നു എന്നാണല്ലോ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. എന്താ കൂട്ടരെ നിങ്ങൾക്ക് പറ്റിയത്? ആകെപ്പോ ഇവർക്ക് മക്ബറയിൽ ചെന്നുള്ള ഒരു പരിപാടിയാണ് ഈ തസ്ബീഹ്. ഇപ്പൊ തസ്ബീഹും ചെല്ലാൻ വയ്യാത്ത അവസ്ഥ അല്ലേ? അപ്പൊ ആകെ മയ്യത്തിനെ കൊണ്ടുപോവാ, നിസ്കരിക്കുക, കുഴിച്ചിടുക, തിരിച്ചു പോരുക, വേറെ പണിയൊന്നുമില്ല. എന്താ കാരണം? തസ്ബീഹ് ചെല്ലേണ്ട സുന്നത്തിനുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ ചെയ്തതെന്നുള്ള വിവരമൊന്നും നമുക്ക് കിട്ടിയില്ല. പിന്നുള്ള നമ്മളെ പാഠപുസ്തകത്തിലുള്ളൊരു തസ്ബീഹ്, അത് പക്ഷെ അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച ദിക്റല്ലല്ലോ, അത് ബിദ്അത്തല്ല. അതുകൊണ്ട് ഞാനത് ചെല്ലില്ല. ഈ വഹാബി കേറി വഴിതെറ്റി പോകുന്നത് നിങ്ങൾ കാണുന്നില്ല സഹോദരന്മാർ? ആകെയുള്ളൊരു സന്തോഷ സുദിനാൾ 2 പെരുന്നാൾ ദിവസങ്ങൾ അല്ലേ? പെരുന്നാൾ ദിവസങ്ങളിൽ തക്ബീർ ചൊല്ലണം. തക്ബീർ സുന്നത്താണ്. പെരുന്നാൾ ഉറപ്പിച്ചു, ഇമാമ് പള്ളിയിൽ വന്ന് മൈക്ക് ഇങ്ങനെ മുട്ടി. പിന്നെ തക്ബീർ ചൊല്ലൽ സുന്നത്താകുന്നു. മൗലവി തക്ബീർ തുടങ്ങി, തക്ബീർ ചൊല്ലൽ സുന്നത്താകുന്നു, തക്ബീർ തുടങ്ങി, തക്ബീർ ചൊല്ലൽ സുന്നത്താകുന്നു. എങ്ങനെ തുടങ്ങും? അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെ ചെയ്തു എന്ന് വല്ല വിവരമുണ്ടോ? ഇല്ല. ഇനിയുള്ളതോ സൽമാൻ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ തക്ബീർ, അല്ലെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച തക്ബീർ, ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച തക്ബീർ നബി പഠിപ്പിച്ചല്ലോ. എങ്ങനെ തക്ബീർ ഇല്ല? ഇനി മുതൽ വഹാബികൾക്ക് എന്താ പണി? പെരുന്നാളിന് ഒരു സന്തോഷമില്ലാത്ത തക്ബീർ എല്ലാം വകുപ്പില്ല. അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെ തക്ബീർ ചൊല്ലുന്ന ഒരു വിവരമില്ല. ഈ കുറെ മുൻഗാമികൾ ഉണ്ടാക്കിയ തക്ബീറാണ് അത്ര വലിയ ചെല്ലുന്നത്. എന്താ ഇവർക്ക് പറ്റിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർക്ക് സൽബുദ്ധി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലേ? ബിദ്അത്തിനെ എതിർക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞ് ഉന്നതരായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള, മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ള മഹത്തുക്കൾ അവർ ചെയ്തു വെച്ച കർമ്മങ്ങളൊക്കെ നിങ്ങളുടെ നിലപാടനുസരിച്ച്, നിങ്ങളുടെ ബിദ്അത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് എവിടെ നിൽക്കുന്നു എന്ന് പറയാൻ ഇവർക്കിനിയും സാധിക്കുന്നില്ല. ഇത്തരം ബുദ്ധിശൂന്യമായ ആശയതലങ്ങൾ കെട്ടിവെച്ചിട്ട് മഹത്തായ സുന്നികൾ ആചരിക്കുന്ന കർമ്മങ്ങളെ ഇസ്ലാമിക വിരുദ്ധമെന്ന് പറയുന്നത് മോശമല്ലേ സഹോദരന്മാരെ? നിങ്ങളൊന്ന് ആലോചിച്ചു. ഇനിയെങ്കിലും നിങ്ങളുടെ ബിദ്അത്തുകളെ കുറിച്ച് ഒന്ന് ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, തിരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ ഈ ബിദ്അത്തുകൾ ഒന്ന് സുന്നത്താണെന്ന് നിങ്ങളൊന്ന് വിശദീകരിച്ചു. അപ്പൊ നമുക്ക് ഇൻഷാ അല്ലാഹ് ബാക്കി സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.